വൈകിട്ട് 4:15 നിരഞ്ജൻകുമാറിന്റെ മൃതദേഹം വഹിച്ചുള്ള ഹെലികോപ്റ്റർ പാലക്കാട് വിക്ടോറിയ മൈതാനത്ത് ഇറങ്ങിയത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരടക്കം നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയ ജവാന് അന്തിമോപചാരം അർപ്പിക്കാൻ മൈതാനത്ത് തടിച്ചുകൂടി. റോഡ് മാർഗം മൃതദേഹം ബംഗളൂരുവിൽ നിന്നും പാലക്കാട് എത്തിക്കുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനകൾക്ക് ശേഷം പ്രത്യേക ഹെലികോപ്റ്റർ സംവിധാനം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:30 ബംഗളൂർ ജലഹള്ളി എയർബേസിൽ നിന്നും എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്റർ തിരിച്ചു. ജില്ലാ ഭരണകൂടം, കര, വ്യോമസേനാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പാലക്കാട് വിക്ടോറിയ കോളേജ് മൈതാനത്ത് സജ്ജീകരണങ്ങൾ ഒരുക്കി. വൈകിട്ട് 4:15 വിക്ടോറിയ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്റർ എത്തിച്ചേർന്നു. ബന്ധുക്കൾ, സഹപ്രവർത്തകർ, സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 15 പേരായിരുന്നു ബംഗളൂരുവിൽ നിന്നും മൃതദേഹത്തെ അനുഗമിച്ചത്. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും കോയമ്പത്തൂരിൽ നിന്നും വന്ന വ്യോമ കരസേനാ ഉദ്യോഗസ്ഥരും മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് മണ്ണാർക്കാട്ടെ തറവാട് വസതിയിലേക്ക് വാഹനവ്യൂഹം തിരിച്ചു. നാളെ രാവിലെ എളമ്പിലാശ്ശേരി KUP സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. രാവിലെ 11 മണിയോടെയായിരിക്കും സംസ്കാരം. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം KM ബിജു, മീഡിയ 1, പാലക്കാട്.